ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പെരുന്നാളാണ്, അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. തസ്നില്ല കേട്ടോ, തസ്നിക്ക് ലീവാണ്. മുസ്ലിംസിന് മാത്രമാണ് ഇന്ന് ഹോളിഡേ കൊടുത്തിട്ടുള്ളൂ. ഇന്ന് ലീവാണ്. ഞാൻ ഡ്യൂട്ടിക്ക് വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ടി മെഷീൻ ഒന്ന് റൺ ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഷീറ്റുകൾ മുറിച്ച് വയ്ക്കാറുണ്ട്, പിന്നെ കുറച്ച് A4 ഷീറ്റ് എടുക്കാറുണ്ട്. ഇന്ന് OP ബുക്കിങ്സ് കുറവാണെന്ന് കേട്ടത് പെരുന്നാളായതുകൊണ്ട്. നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. എന്നത്തെയും പോലെ തന്നെ നമ്മൾ വന്നുടനെ ഈ ടി മെഷീൻ ഒന്ന് റൺ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് പരിപാടി ഷീറ്റ് കട്ട് ചെയ്ത് വെക്കലാട്ടോ. ഈ ഒരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി സമാധാനമാണ്. കാരണം പേഷ്യൻസ് വരുമ്പോൾ പെട്ടെന്ന് ഷീറ്റിലേക്ക് നമ്മൾ പെട്ടുകൂട്ടും. മൺഡേ ആണ്, അപ്പോൾ ഞങ്ങൾ എമ്പുരാൻ കാണാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ വേഗം കാണുന്നതാണ്. ഇപ്പം അച്ഛൻ്റെ ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അച്ഛൻ മോഹൻലാലിൻ്റെ ഒറ്റപ്പടം മിസ് ചെയ്യാറില്ല കേട്ടോ. അച്ഛൻ ഭയങ്കര മോഹൻലാൽ ഫാനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വൈകിട്ടത്തേക്ക് എമ്പുരാന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വെൻസ്ഡേ ഒക്കെ ആകുമ്പോൾ അതിൻ്റെ എഡിറ്റഡ് വേർഷൻ ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് കാണാൻ ഭയങ്കര തിരക്കല്ലേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് തന്നെ പോയി കാണാമെന്ന്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു തിയേറ്ററിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് ഷോക്കാണ് 9 മണിക്ക്. അപ്പോൾ വെയിറ്റിംഗ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അവിടെ കൊണ്ടുവച്ചതിന് ശേഷം A4 ഷീറ്റ് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിത് A4 ഷീറ്റ് എടുക്കാൻ പോണ വഴിയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ബുക്കിലാണ് മാർക്ക് ചെയ്ത് വെക്കുക ഓരോ എടുത്ത ഡേറ്റ്, പിന്നെ എത്ര ഡേറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും A4 ഷീറ്റ് എടുക്കാൻ പോകുന്നതെന്നൊക്കെ ഇത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അങ്ങനെ നമ്മൾ A4 ഷീറ്റ് എടുത്ത് വന്നു. സാറ് OPയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയി എക്കോ മെഷീൻ എടുത്തിട്ട് വരാം. ഇവിടെ ആട്ടോ നമ്മുടെ കാറ്റലാബും CC ഒക്കെ ഉള്ളത്. CCൻ്റെ ഉള്ളിലാണ് നമ്മൾ മെഷീൻ വെക്കുക. അവിടെ പോയി നമുക്ക് മെഷീൻ എടുക്കാം. പിന്നെ എടുത്തു കേട്ടോ. നമുക്കിതിനി നമ്മുടെ എക്കോ റൂമിൽ കൊണ്ടുപോയി വെക്കാം. അങ്ങനെ നമ്മൾ മെഷീൻ നമുക്കിനി ഓണാൻ വെക്കാം കേട്ടോ. ഓണാൻ കിട്ടാൻ കുറച്ചധികം സമയം എടുക്കും. ഓഫ് ആവാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ. ഞാനൊന്ന് ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞിട്ടാണോ എന്ന് അറിയില്ല. പതിവില്ലാതെ രാവിലെ തന്നെ 3-4 TMTs ഒക്കെ ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് 2 ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സൈഡിൽ നിന്ന് TMT ഒക്കെ മാത്രമായിട്ടോ ഉണ്ടാവുള്ളൂ. പിന്നെ അതുകൂടാതെ 3-4 എക്കോസും അങ്ങനെയായിട്ട് രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒരു ഓട്ടപ്പാച്ചിൽ തന്നെയായിരുന്നു എന്ന് പറയാം. രാവിലെ തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 4-5 എക്കോ കഴിഞ്ഞു, 2-3 TMT ഉണ്ടായിരുന്നു. TMT ആണ് നമുക്കൊരു 10-15 മിനിറ്റ് എടുക്കും കേട്ടോ. എല്ലാം കൂടിയിട്ട് റെസ്റ്റിംഗ് ടൈമും റണ്ണിങ് ടൈമും എല്ലാം കൂടിയിട്ട് അത്ര നേരം എടുക്കും. പിന്നെന്താ പറയുക, ഞാൻ 2 ദിവസം മുമ്പ് നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും അമ്മയും കൂടി, അമ്മയുടെ ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടി ഇഫ്താറിൻ്റെ പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ദാഹം ഉണ്ടായിരുന്നു കുറച്ച്. അത് വെച്ചാൽ ഭക്ഷണം നമുക്ക് പിന്നെയും ഇതാക്കാം, പക്ഷെ ദാഹമാണ് കുറച്ച് നമ്മൾ സഹിച്ചിരിക്കേണ്ട സംഭവം. ഇവിടെ നമുക്ക് ഇപ്പോൾ AC യിലൊക്കെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിച്ച് ഈ പുറത്ത് വെയിലത്ത് പണിയെടുക്കണവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നമ്മൾ ഓരോ വിശ്വാസമല്ലേ. അങ്ങനെ എന്നിട്ട് അന്ന് അടിപൊളിയായിരുന്നു കേട്ടോ. അന്ന് രാവിലെ നമ്മൾ 5 മണിക്ക് കഴിഞ്ഞിട്ട് അവലും പാലുമാണ് കഴിച്ചത്, ഞാൻ അമ്മയും കൂടിയിട്ട്. പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ അടുത്ത പണികൾ വരാൻ ഞാൻ വെയിറ്റിംഗ് ആണ്. ഇന്ന് TMT എടുത്ത കൂട്ടത്തിൽ ഇവിടെ ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്യുന്നുണ്ട്. കേക്ക്സ് ബൈ അമ്മ. എൻ്റെ ബർത്ത്ഡേക്ക് ഇവിടെ ഓർഡർ ചെയ്ത കേക്കും പിന്നെ ഞാൻ എൻ്റെ അമ്മമ്മയുടെ ബർത്ത്ഡേക്കൊക്കെ ഈ ഒരു നിന്ന് ഓർഡർ ചെയ്തത് കേക്ക്സ് ബൈ അമ്മ. ഇവിടെ അടുത്ത് തന്നെ കാണിപ്പയ്യൂർ തന്നെയാണ്. അപ്പോൾ ആ ആൻറ്റിയുടെ ഹസ്ബൻഡ് ഇവിടെ TMT ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ പരിചയപ്പെട്ട് വന്നപ്പോൾ എന്നെയൊക്കെ അറിയാം, എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോഴേ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ രാവിലത്തെ ഒരു തിരക്ക് കഴിഞ്ഞു. ഇപ്പോൾ സമയം 3 മണി ആയിട്ടുണ്ട്. സാറ് 2:15 പോയി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ബിരിയാണി ആട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബിരിയാണിയൊക്കെ വന്നു. ഞാനും ചേച്ചിയും കൂടി അത് കഴിച്ചു കേട്ടോ. അങ്ങനെ ഇന്ന് നേരത്തെ OP കഴിഞ്ഞ് ഒരു 4:30 ആയപ്പോഴേക്കും ഞാൻ ഇറങ്ങിയിട്ട്, 4 ഒരു 4:45 ഞാൻ ഇറങ്ങിയത്. ബസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, എവിടെയോ പൂരമൊക്കെ ഉള്ളതുകൊണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ ബസ്സൊക്കെ പിടിച്ച് വീട്ടിലെത്തിയപ്പോൾ പുറത്ത് ആരോ അങ്ങനെ ഫുഡ് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പെരുന്നാളായതുകൊണ്ട് അപ്പുറത്തെ വീട്ടുകാരായാലും കൊടുന്ന് വെച്ചിട്ടായിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാനത് ഉള്ളിൽ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് കുറച്ച് വേസ്റ്റ് കത്തിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കൊണ്ടുപോയി ഒന്ന് കത്തിച്ചു കേട്ടോ. നമ്മളിങ്ങനെ വേസ്റ്റുകൾ തരം തിരിച്ച് വെച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൽ ബോട്ടിൽസ് വെച്ചിട്ടുണ്ട്, ഒരെണ്ണത്തിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വേസ്റ്റ് എടുക്കാൻ വരുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ വിചാരിച്ചു കട്ടൻ ചായ ഉണ്ടാക്കാമെന്ന് വൈകിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കട്ടൻ ചായക്കുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ച ആ നേരം കൊണ്ട് ഞാൻ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് കൊണ്ടുപോയ ലഞ്ച് കൊണ്ടുപോയില്ല, വാട്ടർ ബോട്ടിലും പിന്നെ അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ചായ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ടൊക്കെ ചായ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അത് ഫ്ലാസ്കിൽ വെച്ചേക്കും കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ ഓരോരുത്തർ അവരുടെ ഇഷ്ടത്തിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചൂടോടെ ചായ എടുത്ത് കുടിക്കാമല്ലോ. മറ്റേതെന്ന് പറയുമ്പോൾ ആ പാത്രത്തിൽ വീണ്ടും നമ്മൾ ചൂടാക്കിയാണ് കുടിച്ചുകൊണ്ടിരിക്കേണ്ടത്. ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നേരത്ത് വന്ന് കുടിച്ചാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്താ ചായ ഒരു ഫ്ലാസ്കിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അമ്മയൊന്നും എത്തിയിട്ടില്ല. അപ്പം അമ്മയ്ക്ക് ശേഷം അമ്മ അതിനെടുത്ത് ആവശ്യത്തിന് പോലെ കുടിച്ചോട്ടെ. അങ്ങനെ ഇതാ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഞാനിതാ കുറച്ച് ചായ എനിക്കും അനിയനും ഉള്ളത് ഗ്ലാസ്സിലാക്കി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അനിയൻ വലിയ ഗ്ലാസ്സിലാണ് കുടിക്കുള്ളൂ, ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാട്ടോ കുടിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ പുറത്തുനിന്ന് കിട്ടിയ ഒരു ഫുഡ് ഐറ്റം കഴിച്ച് നോക്കാം. എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ, ഒരു ബണ്ണ് പോലെ ഇരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ചെറിയൊരു ഗസ്സൊക്കെ ഉണ്ടായിരുന്നു പോക്കറ്റ് ഷവർമയാണോ എന്ന് നോക്കുമ്പോൾ അതന്നെയായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ മയോനൈസും പിന്നെ ചിക്കൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് നേരം അങ്ങനെ ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അച്ഛൻ എത്തിയിട്ടോ. അച്ഛൻ സാധാരണ ഷൊർണൂരിൽ നിന്ന് വരുമ്പോൾ 8 മണി 9 മണിയൊക്കെ ആവാറുണ്ട്. ഇന്ന് അച്ഛൻ കുറച്ച് നേരത്തെ എത്തിയിട്ട് ഒരു 6 മണി 6:15 ആയപ്പം എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് എമ്പുരാന് പോകണ്ടല്ലോ 9 മണിക്ക്, അപ്പോൾ അതുകൊണ്ട് അച്ഛൻ നേരത്തെ വന്നിട്ടായിരിക്കാം. അങ്ങനെ ഞാനിതാ മോളിൽ പോയിട്ട് കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് താഴെ പോയിട്ട് വിളക്ക് കത്തിച്ചൊന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വിളക്കൊക്കെ കത്തിച്ച് പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഉള്ളിൽ വെക്കില്ല, വിളക്ക് കത്തിച്ച് പുറത്ത് കൊണ്ടുപോയി വെക്കുക ചെയ്യാറ് കേട്ടോ. പിന്നെ അതാ ഭസ്മൊക്കെ തൊട്ടു പ്രാർത്ഥിച്ച് കഴിഞ്ഞു. ഒരു 8 മണിയായപ്പോൾ തന്നെ അച്ഛൻ തിരക്കൂട്ടി തുടങ്ങി കേട്ടോ, പോവാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാ നമുക്ക് കഴിക്കാൻ ചോറുണ്ട്, മീൻകറി ഉണ്ട്, പിന്നെ ചിക്കൻ വറുത്ത ഉണ്ട്, പയറുപ്പേരി ഉണ്ട്, പപ്പടമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എമ്പുരാൻ സിനിമ കാണാൻ പോവാണ് കേട്ടോ. 9 മണിക്കാണ് ഷോ. അപ്പോൾ സമയം ഒരു 8:40 ആയിട്ടുണ്ട്. ഗുരുവായൂർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോട്ടെ. ഇത് കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്നുള്ള റിവ്യൂ ഞാൻ പറഞ്ഞുതരാം, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇറങ്ങാൻ നോക്കാം. സിനിമയ്ക്ക് വന്നതിന് ഇൻ്റർവൽ ആയി കഴിഞ്ഞാൽ എനിക്കൊരു കാപ്പി മസ്റ്റാണ് കേട്ടോ. ചിലർക്ക് ഐസ്ക്രീം ആയിരിക്കും, പക്ഷേ എനിക്ക് മെയിനായിട്ട് കാപ്പി കുടിക്കാൻ ഇഷ്ടമാണ്. അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണല്ലോ. പിന്നെ അമ്മ അതൊരു ഫ്രെയിംസും വാങ്ങിയിട്ടുണ്ട്. അച്ഛനൊരു കാപ്പിയാട്ടോ വാങ്ങി കുടിച്ചത്. സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ ഞാൻ ഫിലിം കഴിഞ്ഞെത്തി കേട്ടോ. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി പടം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ കുറേ പേരൊന്നും ഇഷ്ടമായിട്ടില്ല എന്ന് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. എന്തോ രാഷ്ട്രീയം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ അതൊന്നും അങ്ങനെ കണക്കിലാക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിൻ്റെ മേക്കിംഗ് ആയാലും പിന്നെ എന്തോരം ആക്ടേഴ്സ് എത്ര രാജ്യങ്ങളിൽ പോയിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തത്. ഞാനൊരു ലാലേട്ടൻ ഫാനായിട്ട് പറയില്ല കേട്ടോ. എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഫൈറ്റിംഗ് സീൻസൊക്കെ അടിപൊളി. പിന്നെ സിനിമയിലെ ഓരോ സീൻസ് കണ്ടാലും നമുക്ക് അതിലെടുത്തുള്ള എഫേർട്സ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഭയങ്കര ഓവർ ഹൈപ്പ് വെച്ച് പോവാതിരുന്നാൽ മതി. എന്നാലും നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ വെച്ച് നോക്കുമ്പോൾ ഫൈറ്റിംഗ് സീൻസ് ആയാലും അതിൻ്റെ ഓരോ ഷോർട്സിൻ്റെ ക്വാളിറ്റി ആയാലും എല്ലാം അടിപൊളിയാണ്. ചിലവരൊക്കെ പറയുന്നത് KGFൻ്റെ പോലെ എത്തിയിട്ടില്ല, ബാഹുബലിയുടെ പോലെ എത്തിയിട്ടില്ല എന്നൊക്കെ. നമ്മളങ്ങനെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഈ മലയാളം ഇൻഡസ്ട്രിയിൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റേഞ്ചുള്ളൊരു പടം തന്നെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ അധികം പടങ്ങളൊന്നും സെക്കൻഡ് ടൈം വാച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, പക്ഷേ ഇത് ഞാൻ വേണമെങ്കിൽ സെക്കൻഡ് ടൈമും കാണുമ്പോൾ എനിക്ക് ലൂസിഫറിനെയും ഇഷ്ടമായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ സമയം ഒരു 12:45 ആയിട്ടുണ്ടെങ്കിൽ പോയി കിടന്നുറങ്ങട്ടെ. നല്ല ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.